ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ സ്റ്റെയർ ഏരിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് മിക്ക വീടുകളും നമ്മൾ സംഭവിക്കുന്നത് സ്റ്റെയർ, അതായത് ഹാളിലേക്ക് അല്ലെങ്കിൽ ഡൈനിങ് ഏരിയയിലേക്ക് ഹാൾ ഒരുപാട് തള്ളി പുറത്തേക്ക് കിടക്കുന്ന ലാൻഡിങ് വരാറുണ്ട്. അപ്പോൾ അത്രയും സ്പേസാണ് നമ്മുടെ വീടിൻ്റെ അകത്ത് വരുന്ന ആ ഹാളിൽ നിന്നും അല്ലെങ്കിൽ ഡൈനിങ് ഏരിയയിൽ നിന്നൊക്കെ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഏരിയയിലേക്ക് മാറ്റി, ഡൈനിങ്ങിൻ്റെ നിന്നും ലിവിങ്ങിൽ നിന്നും ഒരു ഏരിയയിലേക്ക് മാറ്റി, അതായത് ആ ഏരിയ ബാധിക്കാത്ത രീതിയിൽ തന്നെ ഒരു ഏരിയയിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. ആ സ്റ്റെയർ ചെയ്തിരിക്കുന്ന രീതി തന്നെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഒട്ടും തന്നെ സ്പേസ് പോകാത്ത രീതിയിൽ ഏകദേശം ഒരു ഹാഫ് വരുന്ന രീതിയിൽ സ്റ്റെയർ കൊടുത്തതിന് ശേഷം ഒരു ലാൻഡിങ് കൂടി കൊടുത്തിട്ടുണ്ട്. ലാൻഡിങ്ങിൽ നിന്നുമാണ് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ഒരു കുത്തനെയായ ഒരു കയറ്റത്തേക്കാൾ കുറഞ്ഞതിന് ശേഷം അത് മുട്ടുവേദനയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഓവറായിട്ട് സ്റ്റെയർ കയറുന്ന സമയത്ത് മുട്ടുവേദനയും കാര്യങ്ങളൊക്കെ ഭാവിയിലേക്ക് വരും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ പറ്റും. നമുക്കൊരു ലാൻഡിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റെയർ കയറുന്ന ഒരു എഫക്റ്റ് ഫീൽ ചെയ്യാത്ത രീതിയിൽ സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും തന്നെ നമുക്ക് എഞ്ചിനീയറിംഗിൽ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അത്രയും സ്പേസ് നമുക്ക് മാറ്റി ഒരു ഏരിയയിലേക്ക് മാറ്റി കൊടുക്കുന്നതിൻ്റെ വഴിയായിട്ട് നമുക്ക് ഹാളിൽ നല്ല രീതിയിലുള്ള സ്പേസ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതാണ് ഏറ്റവും വലിയ ഗുണം. പല വീടുകളിലും നമ്മൾ കണ്ടിരിക്കുന്നത് സ്റ്റെയർ ചെയ്യുന്ന സമയത്ത് സ്റ്റെയർ നമ്മുടെ ഈ പറയുന്ന ഹാളിലേക്ക് ഒരുപാട് തള്ളി കിടക്കും. പിന്നെ എല്ലാ വർക്ക് കഴിയുന്ന സമയത്തായിരിക്കും നമുക്ക് അതിൻ്റെ ആ സ്പേസിൻ്റെ, അതായത് സ്ഥലക്കുറവ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ലൈറ്റ് പോയിൻറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്റ്റെയറിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമ്മൾ ഫുഡ് ലാമ്പ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ ചെറിയ ലൈറ്റുകൾ കയറി പോകുന്ന സ്ഥലത്തായിട്ട് ഒന്ന് നമ്മൾ ലാൻഡിങ്ങിൽ കൊടുത്തു, പിന്നെ അതിൻ്റെ ഏറ്റവും താഴെ ഒരെണ്ണം കൊടുത്തു, ഏറ്റവും മുകളിൽ ഒരെണ്ണം കൊടുത്തു. ഇനി വേണമെങ്കിൽ നമുക്ക് ഏറ്റവും സെൻട്രലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഓരോന്ന് കൊടുക്കാം. അപ്പോൾ ലാൻഡിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലാൻഡിങ്ങിൻ്റെ ഏകദേശം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു 7 അടി ഹൈറ്റ് വരാവുന്ന രീതിയിലാണ്, നമുക്ക് 7 അടി ഹൈറ്റ് തൊട്ട് വരുന്ന രീതിയിൽ താഴേക്ക് വരുന്ന രീതിയിലാണ് ഒരു ലാൻഡിങ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് വീണ്ടുമാണ് അടുത്ത സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 90 സെൻറ്റിമീറ്ററാണ് ഈ സ്റ്റെയറിൻ്റെ വീതി അല്ലെങ്കിൽ നീളമായിട്ട് വീതിയായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അത്രയും വരുന്നത്, അതായത് സ്റ്റെയറിൻ്റെ ഏരിയ ഉദ്ദേശിക്കുന്ന ഒരു 90 സെൻറ്റിമീറ്ററാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഹൈ കൂട്ടി 1 മീറ്റർ ആകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ നോർമൽ ലെവലിൽ നമുക്കൊരു 90 സെൻറ്റിമീറ്റർ മതിയാവും. അത്രയും തന്നെ സ്പേസ് നമുക്ക് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ സ്റ്റെയറാണ് മിക്ക വീടുകളിലും വില്ലനായിട്ട് വരുന്നത്. നമ്മുടെ സ്റ്റെയർ ചെയ്യുന്ന സമയത്ത് നല്ല സ്പേസ് പോകാതെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ നമുക്ക് വീടിൻ്റെ അകത്ത് നല്ല സ്പേസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സ്പേസ് നഷ്ടപ്പെടാതെ എങ്ങനെയാണ് സ്റ്റെയർ ഏരിയ ചെയ്യണമെന്നും എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേഷനായി വരുന്ന വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അതുമാത്രമല്ല, ഇതുപോലുള്ള നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡാണെങ്കിലും അതുപോലെ തന്നെ വയറിങ്ങിൻ്റെ ഫീൽഡാണെങ്കിലും ഏതാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്, എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും, അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും വീഡിയോസ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ചാനലിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ഓരോ സെക്ഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.